ലാലൊരു മഹാഭാഗ്യവാനാണ്. ആയിരിക്കാം, 100%. മാത്രമല്ല പിന്നെ ഈ ദൃശ്യമെന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ കൊളീഗ്സ്, എല്ലാ സിനിമകളിലും നമ്മുടെ കൂടെ അഭിനയിക്കുന്നവർ, കൂടെ പ്രവർത്തിക്കുന്നവർ, അവരുടെയൊക്കെ ഒരു എനർജിയാണ് നമ്മളെയും ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അഭിനയിക്കാൻ. അപ്പോൾ ഞാനൊരു സിനിമ നിരീക്ഷകൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ ആസ്വാദകനാണ്, സാധാരണ കാഴ്ചക്കാരനാണ്. പക്ഷേ മോഹൻലാൽ എന്നുള്ള ആക്ടറിന് ഈ സിനിമയിലെ വിജയം അനിവാര്യതയായിരുന്നു. അങ്ങനെ ഞാൻ കാണുന്നില്ല. പക്ഷേ കാര്യം എന്താ പറയുക, അത് എന്തുകൊണ്ടാണ്? എന്താ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ സിനിമകൾ ഒരുപക്ഷെ മോഹൻലാൽ എന്ന നടൻ പ്രതീക്ഷിച്ച ഒരു വിജയം കാണാൻ കഴിയാതെ, ഞാനപ്പോൾ അങ്ങനെ പഴയ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഇത് വിജയിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇനി ഒരു കുറേ സിനിമകളിൽ അഭിനയിക്കുക അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷമായാലും ഇപ്പോൾ പ്രണയം എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വലിയ ഇഷ്ടമുള്ള സിനിമയാണ്. അല്ലെങ്കിൽ തന്മാത്ര എന്നുള്ള സിനിമ, അല്ലെങ്കിൽ പിന്നെന്താ പറയേണ്ടത്, ഭ്രമരം എന്നുള്ള സിനിമ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ കൊടുമുടിയുടെ തുഞ്ചത്ത് താങ്കളിങ്ങനെ നിൽക്കുകയാണ്. ഈ നിൽപ്പിലൊരു പ്രത്യേക തലമുണ്ട്. കാരണം നമ്മളെക്കാട്ടിലും ഇത് മനസ്സിലാക്കി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ക്രാഫ്റ്റിനെ വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന സംവിധായകരാണ്, അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളാണ്. പലരും ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നത്. താങ്കൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ വരുന്നുണ്ട്. ആയിക്കോട്ടെ. മലയാള സിനിമയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ ചരിത്ര വിജയമായ ദൃശ്യം എന്ന് പറയുന്ന ഈ ചിത്രം ഇത്രയും വിജയമായിരിക്കുമെന്ന് ലാൽ സാറിന് ഷൂട്ടിംഗ് സമയത്തോ അതിനുശേഷമോ ഈ റിലീസിന് മുൻപ് ഏതെങ്കിലും സമയത്ത് മനസ്സിലങ്ങനെ തോന്നിയിരുന്നു? ആന്റണി സുന്ദരനായിരിക്കും. ആന്റണി അല്ലല്ലോ സുന്ദരനാണ്. ആന്റണിയുടെ ഒരു സല്യൂട്ടൊക്കെ ഉണ്ട്. അതായത് വന്ന സ്റ്റേഷനിൽ ഈ ആന്റണി ചോദിക്കേണ്ട, ഈ സിനിമ തുടങ്ങുന്നത് ആന്റണിയുടെ മുഖത്തുനിന്നാണ്. സിനിമയുടെ ഏതാണ്ട് അവസാനവും ആന്റണിയിലൂടെയാണ്. ആന്റണിയാണ് ഈ കഥ കൊണ്ടുപോകുന്നത്, അല്ലേ? ഒരു ബസ്സിൽ വന്ന് ഇറങ്ങിപ്പോകുന്നത്. നമുക്കൊന്നും ഒരിക്കലും ഒരു പ്രഡിക്റ്റ്, ഈ സിനിമയുടെ ഒരു മാജിക് റെസിപ്പിയാണ്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ വിജയം കൊണ്ട് അടുത്ത സിനിമ ദൃശ്യം എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സിനിമ എടുക്കുക, ഇത് വിജയിക്കണം എന്നില്ല. ഇപ്പോൾ ഈ സിനിമയുടെ റൈറ്റ്സുകൾ ഒരുപാട് ലാംഗ്വേജിൽ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ആന്റണി ചോദിച്ചൊരു ചോദ്യം അല്ല, ഞാൻ പറയാം. അപ്പോൾ അത് അവർ വാങ്ങിക്കുന്നത് ഈ സിനിമയുടെ വിജയം കണ്ടുകൊണ്ടാണ്. അവർക്ക് ഈ സിനിമ രണ്ടാമത് റീമേക്ക് ചെയ്താൽ ഇതുപോലെ വിജയം കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ സിനിമയ്ക്കും സംഭവിച്ചത്. ഈ സിനിമ ഒരു പ്രേക്ഷകർ ഒരു വികാരമായിട്ടെടുത്തു. അവർക്ക് എത്രയോ നാളായിട്ട് കാണാൻ കൊതിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായി, അറിഞ്ഞോ അറിയാതെയോ. അത് അക്സെപ്റ്റൻസ് ആണ്. പിന്നെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. എപ്പോഴും സിനിമ എങ്ങനെയാണല്ലോ, ഈ സിനിമയുടെ വിജയം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ, സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് സിനിമ മറന്നു പോകും. പക്ഷേ ഈ സിനിമ ഒരുപാട് ദിവസങ്ങൾ ചിലപ്പോൾ നിൽക്കാം, ചിലപ്പോൾ ചില മണിക്കൂറുകൾ നിൽക്കാം. വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, തനിയെ ഇരിക്കുമ്പോൾ ആലോചിക്കാം. അങ്ങനെ ഒരുപാട് നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലാകാൻ കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുട്ടി മെസ്സേജുകൾ കൺവേ ചെയ്യുന്ന സന്ദേശവും വളരെ പ്രധാനം. എന്താ കാരണം വെച്ചാൽ ഒരു മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ. സത്യം പറയുക എന്നുള്ളതല്ല ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു നീതി നടപ്പാക്കുക എന്നുള്ളത്. നീതിയും സത്യം തമ്മിൽ പലപ്പോഴും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഞാനതിനകത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചൊരു കാര്യം, ഒരുപക്ഷെ കള്ളം പറയാൻ വേണമെങ്കിൽ ഒരു ന്യായം വേണം ഒരാൾക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ സത്യം പറയാതിരിക്കാൻ ഒരു ന്യായം ഉണ്ടാകാം. അല്ല, അങ്ങനെയാണല്ലോ പറയുന്നതും. അതൊരു നീതിക്ക് വേണ്ടി ഒരു കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്നാണ്. ഇവിടെ സംഭവിച്ചത് എന്ത് തന്നെ ആയാലും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കുമെന്ന് പറയുന്ന ഒരാളുടെ മനസ്സാണ്. ആ മനസ്സിനെ ഈ പ്രേക്ഷകർ മുഴുവൻ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം. സാധാരണ സിനിമയിൽ ഒരുപക്ഷെ 300 പേരെ ഒരു നായകൻ വെടിവെച്ച് വന്നിട്ട് ജയിലിൽ പോകുന്നുണ്ട്. അതിനേക്കാളിലും ഭയങ്കരമായ ഒരു കാര്യമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഇയാൾ എന്തു ചെയ്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാവും, ആ സംഭവം നടന്ന മറ്റാർക്കും അറിയില്ല എന്നുള്ളതാണ്. ഒരു ഹിച്ച്കോക്കിൻ്റെ രീതിയിലുള്ളതാണ് ഈ സിനിമ. ആദ്യം എന്ത് സംഭവിച്ചു എന്ന് കാണിച്ചിട്ട് പിന്നെ അതിനെ എങ്ങനെ കവറപ്പ് ചെയ്തു, എങ്ങനെ അത് കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ഒരു തീമാണ് ഈ സിനിമയിലും വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്.